എത്രയും പെട്ടെന്ന് ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റ് ഉണ്ടാകണം. ഇറാൻ ഇൻടാക്റ്റായിട്ട് നിൽക്കണം. ഇറാൻ്റെ ഭരണകൂടത്തെ അംഗീകരിച്ച് തന്നെ പോകണം. എന്നാൽ ആ ഭരണകൂടത്തിന് അകത്ത് നിന്നുകൊണ്ട് തന്നെ തിരുത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും വേണം. എങ്കിൽ മാത്രമേ ഇറാനിയൻ ജനതയ്ക്ക് നീതി ലഭിക്കൂ. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ യുദ്ധാനന്തരം അല്ലെങ്കിൽ സംഘർഷാനന്തരമുള്ള ഇറാന്റെ ഭാവി എന്തായിരിക്കും? അതാണ് എനിക്കിനി ചോദിക്കാനുള്ളത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ കാണാൻ പോകുന്ന ഏറ്റവും കർക്കശമായ ഒരു ഭരണകൂടമാകും ഇനി ഇറാനിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പലരും പറയുന്നത്. ആണവായുധത്തിന്റെ പേര് പറഞ്ഞാണ് ഇറാനെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചത്. ഇതുവരെ തങ്ങൾ ആണവായുധം വികസിപ്പിച്ചിട്ടില്ല എന്നാണ് ഇറാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭാവിയിൽ ഇറാനിൽ കാണാൻ പോകുന്നത് ആണവായുധം തേടുന്ന ഒരു ഭരണകൂടത്തെയാകുമോ? അങ്ങനെ സംഭവിച്ചാൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ പ്രശ്നകാരികളായ ഒരു ഭരണകൂടത്തെയാകില്ലേ ഇനി അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരിടേണ്ടി വരിക? ഇപ്പോൾ തന്നെ ആയത്തുള്ള അലി ഖമനേയി വധിക്കപ്പെട്ടതിന് ശേഷം ഇറാന്റെ ഭരണ നിയന്ത്രണം സൈനിക സുരക്ഷാ വിഭാഗങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ശക്തിമത്തായ ഒരു ഭരണകൂടമാകുമോ ഇനി ഇറാനിൽ വരാൻ പോകുന്നത്? എങ്ങനെയാണ് ഈ യുദ്ധാനന്തരം ഇറാനെ താങ്കൾ നോക്കിക്കാണുന്നത്? ഷേപ്പ് ഓഫ് തിങ്സ് ടു കം, അതായത് സംഘർഷ അനന്തര ഇറാൻ എങ്ങനെയാവും എന്നതിൻ്റെ ഒരു പ്രൊജക്ഷനാണ് ഇപ്പോൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇത് പ്രൊജക്ഷൻ മാത്രമാണ്. ഒന്ന്, ഈ പ്രൊജക്ഷൻ നടത്തണമെങ്കിൽ ഇന്നലകളിൽ എന്താണ് സംഭവിച്ചത്, ഇന്നിലേക്ക് എത്തി നിന്നത് എങ്ങനെയാണ്, എങ്കിൽ മാത്രമേ നാളുകളിലേക്കുള്ള ഒരു മീനിങ് ഒബ്ജക്റ്റീവ് പ്രൊജക്ഷൻ സാധിക്കൂ. അല്ല എങ്കിൽ വെറും ഇമാജിനറി ഒരു സ്റ്റോറി ആയിരിക്കും. ഇങ്ങനെയാണ് സംഭവിച്ചത്. ഈ ഹ്രസ്വകാല ചരിത്രം നോക്കിയാൽ ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലെ മതഘടനകൾ നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടം, അവിടെ IRGCക്ക് കാര്യമായ ഒരു പങ്കാളിത്തമുണ്ട്, ഒരു സ്റ്റെബിലൈസിങ് ഫാക്ടറായിട്ടുണ്ട്. പലപ്പോഴും IRGC ഒരു എലീറ്റ് ഗ്രൂപ്പായി മറ്റു പലരും സംശയത്തോടെ നോക്കുന്ന ഒരു വിതരണ പ്രക്രിയ അട്ടിമറിക്കുന്ന രീതിയിൽ ചില സ്പെഷ്യൽ ബെനിഫിറ്റ് അനുഭവിക്കുന്ന ഒരു മൾട്ടിഫേരിയസ് ഗ്രൂപ്പ്. അതായത് അവർക്ക് സൈനിക വിങ്ങുണ്ട്, സാമ്പത്തികമായ താല്പര്യങ്ങളുണ്ട്, ബിസിനസ് കോൺഗ്ലോമറേറ്റ്സ് ഉണ്ട്, കൃഷി മേഖലയെ നിയന്ത്രിക്കുന്നു, ടെക്നോളജിയെ നിയന്ത്രിക്കുന്നു. എന്തിന്? എല്ലാ തരത്തിലുള്ള പ്രോസസ്സുകളെയും നിയന്ത്രിക്കുന്ന ഒരു മാസ്റ്റർ ഒരു സെറ്റപ്പാണ് IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ്. ഇത് കൂടുതൽ ശക്തമായി അലി ഖമേനി വധിക്കപ്പെടുന്നു. IRGCയുമായി വളരെ അടുത്ത് നിന്ന അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ് എന്നും ചികിത്സയിലാണ് എന്നും അദ്ദേഹത്തിൻ്റെ മുഖത്തിനൊരു ഭാഗം നഷ്ടപ്പെട്ടു എന്നും അംഗഭംഗം വന്നു എന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് സ്ഥിരീകരിക്കാനാവുന്നതാണെങ്കിലും അല്ല എങ്കിലും പൂർണ്ണമായി 100% ഹെയിൽ ആൻഡ് ഹെൽത്തി എന്ന രീതിയിൽ മുജ്തബ ഖമേനിയും കാണാനാവില്ല. എത്രത്തോളം തീരുമാനങ്ങളാണ് നേരിട്ട് മുജ്തബ ഖമേനി എടുക്കുന്നത് എന്നും അറിയില്ല. ഇപ്പോൾ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് കാണപ്പെടുന്ന മുഖങ്ങൾ പ്രസിഡന്റ് പെസഷ്കിയാൻ്റെയാണ്, അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുടെയാണ്, അല്ല എങ്കിൽ പാർലമെന്റ് സ്പീക്കർ മജ്ലിസിൻ്റെ സ്പീക്കർ ഗലിബാഹിൻ്റെയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ മുഖം ഇപ്പോൾ പ്രത്യക്ഷപ്പെടുത്താത്ത IRGCയുടെ യഥാർത്ഥ നിയന്ത്രണമുള്ള ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു കോട്ടറി ക്ലിക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു ഒളിഗാർക്കിയിലേക്ക് അധികാരം കേന്ദ്രീകരിച്ചു എന്നാണ് വിദേശത്ത് നിന്നുകൊണ്ട് യൂറോപ്യൻസ്, അമേരിക്കൻസ് ആൻഡ് ദ വാച്ചേഴ്സ് ഓഫ് ഇറാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഇറാൻ കീഴടങ്ങാൻ തയ്യാറാവാത്തത്. അലി ഖമേനി പലപ്പോഴും തീവ്രമായ നിലപാടുകൾ എടുക്കുന്നുവെന്ന് തോന്നാമെങ്കിലും അവസാനം വളയ്ക്കുകയുള്ളൂ, ഒടിക്കില്ല. അവസാനം ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പാശ്ചാത്യ ലോകവുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് പോകാത്ത രീതിയിൽ തന്ത്രപരമായ ചില സമയങ്ങളിൽ പിൻവാങ്ങൽ, ചില സമയങ്ങളിൽ മൗനം, അതേസമയം ഈ ജനകീയ പ്രക്ഷോഭങ്ങളെ അതിശക്തമായി അടിച്ചമർത്തിയ ഒരു ചരിത്രവുമുണ്ട് അലി ഖമേനിക്ക്. അപ്പോൾ രണ്ടുമുണ്ട്. ഇത് ഒരിക്കലും നമ്മൾ രണ്ട് ഭാഗവും പറഞ്ഞെങ്കിൽ മാത്രമേ അത് ബാലൻസ് ചെയ്തു. അതാണ് സത്യം. അല്ലാതെ ഒരു വശം മാത്രം നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു പൊസിഷൻ മാത്രം എടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു ക്ലാരിറ്റി കിട്ടില്ല. അതുകൊണ്ട് ഞാനത് തെളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. മറുവശത്ത് നോക്കൂ, ഇപ്പോൾ ഭരണത്തിലുള്ളത് മുജ്തബയാണെന്നാണല്ലോ വയ്പ്. പക്ഷേ ഡി ഫാക്ടോ നിയന്ത്രണം IRGC ആണെന്നാണ് പറയുന്നത്. അപ്പം അതിനുള്ള കാരണം പലപ്പോഴും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രസ്താവനകൾ, മസൂദ് പെസഷ്കിയാൻ്റെ ഉൾപ്പെടെ പ്രസ്താവനകൾ IRGC ഇടപെട്ട് തിരുത്തിച്ചത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആരാണ് അബ്ബാസ് അറാക്ചിയെ ചർച്ചയ്ക്ക് വിടുന്നത്? ആരാണ് പെസഷ്കിയാനെ കൊണ്ട് പ്രസ്താവന നടത്തിപ്പിക്കുന്നത്? ആരാണ് ആത്യന്തികമായ നിലപാടുകൾ എടുക്കുന്നത്? അമേരിക്ക ആരോടാണ് സംസാരിക്കുന്നത്?
അബ്ബാസ് അറാക്ചിയോട് സംസാരിച്ചാലും അബ്ബാസ് അറാക്ചിക്ക് തിരിച്ച് ടെഹ്റാനിൽ വന്ന് IRGCയുടെ ആ ഒളിഗാർക്കിയോട് സംസാരിക്കേണ്ടി വരും. അവരാണ് ഇപ്പോൾ ഇറാൻ നിയന്ത്രിക്കുന്നത്. അപ്പോൾ വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് ഇറാൻ പതിച്ചു എന്ന് അമേരിക്കയ്ക്ക് പറയേണ്ടി വരുമല്ലോ. വറചട്ടി എന്ന് പറയുന്നത് ഒരുപക്ഷെ അലി ഖുമൈനിയുടെ കാലഘട്ടമാണ്. എല്ലാം സുരക്ഷിതമൊന്നും ആയിരുന്നില്ല അവിടെ. പക്ഷെ ഇപ്പോൾ അതിനേക്കാൾ തീവ്രമായ അമേരിക്ക വിരുദ്ധത, അതിനേക്കാൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, അതിനേക്കാൾ തീവ്ര പേർഷ്യൻ ഇറാനിയൻ ദേശീയത, ഇതെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണകൂടം. അങ്ങനെ ഒരു ഭരണകൂടത്തിൽ ഒരു രീതിയിലുള്ള ഡിസൻറ്റും അനുവദിക്കില്ല. എന്തെങ്കിലും വേറിട്ട ചിന്തകൾ, പ്രക്ഷോഭം ഉണ്ടായാൽ ഉടനെ വെടിവെച്ച് അത് തീർക്കാനാണ് സാധ്യത. ഒരു പ്രക്ഷോഭം നടക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് IRGC ഫേംലി എൻട്രൻച്ച്ഡ് ആവുകയാണെങ്കിൽ ഒരു സെമി മിലിറ്ററിസ്റ്റിക് ഒരു രീതിയിലാവും ആ ഇറാൻ പോകുന്നത്. ആ ക്രമം തകരുന്നു എന്ന് കരുതുക. നാളുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനൊരു ഒരു സൂചനയാണ് പറയുന്നത്. ഒരു കരാറൊക്കെ ഒപ്പിട്ട്, ആരോടാ കരാർ ഒപ്പിടുന്നത്? അമേരിക്ക പുറത്താക്കണമെന്ന് ആഗ്രഹിച്ച ഇപ്പോഴത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, IRGC നയിക്കുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് സന്ധി ചെയ്ത് കരാർ ഒപ്പിട്ട് ആണവ വിഷയത്തിൽ ഉൾപ്പെടെ തൽക്കാലത്തേക്ക് ഒരു പിൻവലിയൽ, ഇതാണല്ലോ അമേരിക്ക ചെയ്യാനാവുന്ന പരമാവധി. അപ്പോഴും ആണവ സാങ്കേതിക വിദ്യ അവരുടെ കയ്യിൽ ഉണ്ടാവും. ആണവ ഫിസൈൽ മെറ്റീരിയലൊക്കെ റഷ്യക്കോ ചൈനക്കോ ഒക്കെ കൊടുത്ത്, അല്ലെ അമേരിക്കയുടെ കയ്യിലോട് കൊടുത്ത് അതൊക്കെ റെഡിയാക്കും. തങ്ങൾ ഇപ്പോൾ ഉടനെ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കില്ലെന്ന് പറയും. പക്ഷേ ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോകും. ദേ ഹാവ് ദ ടെക്നോളജി വിത്ത് ദം. അത് കൂട്ടി യോജിപ്പിക്കേണ്ട താമസമേ ഉള്ളൂ. ടെക്നോളജി ഇല്ല എങ്കിൽ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ടെക്നോളജി അവരുടെ കയ്യിൽ ഉണ്ടെന്ന് ഓർക്കണം. ഒരിക്കൽ ടെക്നോളജി കൈവശപ്പെടുത്തിയ ഒരു രാജ്യത്തെ ഏതെല്ലാം ആണവ മെറ്റീരിയൽസ് കടത്തിക്കൊണ്ട് പോയാലും അത് ഒഴിവാക്കിയാലും വീണ്ടും അത് സ്ഥാപിക്കാൻ കഴിയും, സമാധാനം വന്നു കഴിയുമ്പോൾ. അതുകൊണ്ട് ഇറാൻ കൂടുതൽ ആണവ ശ്രദ്ധ ചെലുത്തും. കാരണം ഡിറ്ററൻസിന്, പ്രതിരോധത്തിന്, സ്വയം പ്രതിരോധത്തിന് ആണവ വിദ്യ മാത്രമേ പരിഹാരമുള്ളൂ. അത് കൊറിയ തെളിയിച്ചല്ലോ. അല്ലെങ്കിൽ എന്നേ കൊറിയയുടെ മേൽ അമേരിക്ക കുതിര കയറിയനേയും. വടക്കൻ കൊറിയ ഒരു റോഗ് സ്റ്റേറ്റ് ആണ്, തെമ്മാടി രാജ്യമെന്ന് പറയാവുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് വടക്കൻ കൊറിയയുടെ നേതാവ് കിം ജോങ് ഉൻ നടത്തുന്നത്. പക്ഷേ അമേരിക്ക എന്തുകൊണ്ട് അവിടെ കയറി ആഞ്ഞടിക്കുന്നില്ല? കൊറിയയുടെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്, അത് വഹിക്കാനുള്ള മിസൈലുകളുമുണ്ട്. തൊട്ടാൽ പൊള്ളും, അതുകൊണ്ട് തൊടുന്നില്ല എന്ന് കാണാം. ഇറാൻ അതുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ആക്രമണം ഒന്നും നടക്കില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ ഇറാനുള്ളിൽ മാത്രമല്ല പുറത്തുമുണ്ട്. അതുകൊണ്ട് ഇറാനല്ല, കൂടുതൽ രാജ്യങ്ങൾ ആണവ സാങ്കേതിക വിദ്യ രഹസ്യമായി കൈവശപ്പെടുത്താൻ ശ്രമിക്കും. ന്യൂക്ലിയർ പ്രോളിഫറേഷൻ തകൃതിയായി നടക്കുമെന്നാണ് എൻ്റെ നിഗമനം. അതായത് not the vertical proliferation but the horizontal proliferation. എന്താ ഹൊറിസോണ്ടൽ? കൂടുതൽ രാജ്യങ്ങൾ ആണവ സാങ്കേതിക വിദ്യ ആർജിക്കുന്ന പ്രക്രിയക്കാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിലവിലുള്ള ചൈന, റഷ്യ, ഇന്ത്യ, പിന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, അല്ലെ ഫ്രാൻസ്, ബ്രിട്ടൻ, ഈ രാജ്യങ്ങളൊക്കെ കൂടുതൽ ആണവായുധങ്ങൾ, ഇസ്രായേൽ ഉൾപ്പെടെ കൂടുതൽ സ്റ്റോക്ക് പൈൽ ചെയ്യുന്നു. അതാണ് വെർട്ടിക്കൽ, നേരെ മുകളിലോട്ട് പോകുന്നു. ഇത് കൂടുതൽ രാജ്യങ്ങൾ ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നു. ഊർജത്തിനാണെന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ആണവായുധം ഉണ്ടാക്കി കൈവശം വെച്ചിട്ട് അതിനെ ഡിറ്ററൻ്റായി ഉപയോഗിക്കാൻ ഇറാന് സാധിക്കാതെ പോയത് മറ്റ് പല രാജ്യങ്ങളും ചെയ്തേക്കാം. ഇതാണ് അതിൻ്റെ കാരണം. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ലോകം ശ്രദ്ധിക്കുകയാണ്. ഇതിൽ നിന്നും, ഇറാനെ അമേരിക്ക ആക്രമിച്ചതിൽ നിന്നും മറ്റ് രാജ്യങ്ങൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ടുവരും. അവർ ഡിഫൻസ് പാരഡൈംസിൽ മാറ്റം ഉണ്ടാകും. ഇതെല്ലാം വലിയ സാധ്യതകളാണ്. അതുകൊണ്ടാണ് അമേരിക്ക ആവശ്യമില്ലാത്ത ഒരു ബലപ്രയോഗത്തിലേക്ക് നിന്നു. ആ ബലപ്രയോഗം കൊണ്ട് ജയിച്ച് കയറാനുമായില്ല. അതുകൊണ്ട് ഉണ്ടാകുന്ന നാശനഷ്ടം, ഇറാൻ വിഘടിച്ചു നിന്ന, അല്ലെങ്കിൽ ചെറിയ തോതിൽ ബുദ്ധിമുട്ടി നിന്ന ഇറാൻ ഗാൽവനൈസ് ചെയ്യപ്പെട്ടു. ഇറാൻ ഇപ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ദൃഢമായ, കുറച്ചുകൂടി ഫോക്കസുള്ള, കുറച്ചുകൂടി അമേരിക്ക വിരുദ്ധതയുള്ള, കുറച്ചുകൂടി ഇസ്രായേൽ വിരുദ്ധതയുള്ള, ഒരുപാട് ക്രൂരത ഏറ്റുവാങ്ങി വെഞ്ചൻസ് ഉള്ള മനസ്സുള്ള ഇറാൻ, ആ ജനതയുൾപ്പെടെ, ആ ജനതയുടെ ആത്മവീര്യത്തെ തകർക്കാനാവില്ല. ഇനിയിപ്പം എന്തു പഞ്ചാര വർത്താനം പറഞ്ഞ് നാളെ കരാറിൽ ഏർപ്പെട്ടു, കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കരാറിൽ ഏർപ്പെട്ടാലും ശരി, ഇറാൻ ജനത തങ്ങൾ അനുഭവിച്ച വൈദേശിക ആക്രമണത്തിന് എക്കാലത്തും വാശി വൈരാഗ്യമുള്ളവരായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ജനതയെ മുഴുവനാണ് വെറുപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ചിതറിപ്പോയത്. ഇനി മറ്റൊരു സാധ്യത കൂടി, ഇതെല്ലാം സാധ്യതകളാണ്. ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുടെ ആക്രമണം കൊണ്ട് ഇറാൻ്റെ ഭരണകൂടം ചിതറിപ്പോകുന്നു. ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് അനുകൂലമാകുന്നൊരു ഭരണകൂടം ഉണ്ടെങ്കിൽ പോലും ജനം പൂർണ്ണമായി ഒറ്റയടിക്ക് നിൽക്കില്ല. പല മിലീഷ്യകളായി ചിതറിപ്പോകാം. അഫ്ഗാനിസ്ഥാൻ സംഭവിച്ചതുപോലെ, അല്ല എങ്കിൽ ഇറാഖിൽ സംഭവിച്ചതുപോലെ പലതരം മിലീഷ്യകളുണ്ടാകും.
അവർക്കെല്ലാം ആയുധങ്ങൾ ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടും, അല്ലെങ്കിൽ നിലവിലുള്ള ആയുധങ്ങൾ ഇവരുടെ കയ്യിലൊക്കെ വരും. ഇറസ്പോൺസിബിൾ കരങ്ങളിൽ, മിലിഷ്യകളുടെ കരങ്ങളിൽ, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൻ്റെ കരങ്ങളിൽ ആയുധങ്ങൾ എത്തിയാലുള്ള അവസ്ഥ ആലോചിച്ചോ. ഇറാൻ ഒന്നുമില്ല, സ്റ്റേറ്റ് ആണല്ലോ, അവിടെ ഒരു ഭരണകൂടമുണ്ടല്ലോ. ഇപ്പോൾ ആ ഭരണകൂടം തീരുമാനിക്കുമ്പോൾ അതിനൊരു കൃത്യതയുണ്ട്, നിയതമായ ചട്ടങ്ങളുണ്ടാകും. മിലിഷ്യയുടെ കയ്യിലൊക്കെ വിനാശകാരികളായ ആയുധങ്ങൾ എത്തിപ്പെട്ടാൽ സർവനാശമായിരിക്കും. ഹോർമൂസിലൂടെ സുഗമമായി ഒരു കപ്പലും പോകാത്ത അവസ്ഥയിൽ എത്തിച്ചു നിർത്താൻ ഈ മിലിഷ്യകൾ വിചാരിച്ചാൽ നടക്കും. അതുകൊണ്ട് ഇറാൻ ചിതറിപ്പോകാതിരിക്കട്ടെ. ലോകത്തിന് താല്പര്യമാണ്, ഗൾഫ് രാജ്യങ്ങൾ താല്പര്യമാണ്. ചിതറിപ്പോയാൽ ഇപ്പോഴുള്ള ശക്തമായ ഇറാൻ അവിടെ നിന്നാലും കുഴപ്പമില്ല, അവരോട് റീസൺ ചെയ്യാം, അവരോട് നെഗോഷിയേറ്റ് ചെയ്യാം. മിലിഷ്യകളോട് ആര് നെഗോഷിയേറ്റ് ചെയ്യും? ഇപ്പോൾ ഹമാസും ഹൂതിയും ഹിസ്ബുള്ളയും പോലെയുള്ള സംഘങ്ങൾ ഇറാനിൽ 10-20 സംഘങ്ങളാണ്. പല പല ഏരിയാസ് ഓരോരുത്തർ മാനേജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും കപ്പലുകളിൽ നിന്നും കപ്പം ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ചെറിയ നാവിക വ്യൂഹമുണ്ട്, ഗൺബോട്ടുകളുണ്ട്, നിരന്തരം പ്രശ്നമുണ്ടാക്കാം. എന്നും അമേരിക്കയ്ക്ക് അവിടെ ബോംബ് ഇട്ടുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റ് ഉണ്ടാകണം. ഇറാൻ ഇൻടാക്റ്റായിട്ട് നിൽക്കണം, ഇറാൻ്റെ ഭരണകൂടത്തെ അംഗീകരിച്ച് തന്നെ പോകണം. എന്നാൽ ആ ഭരണകൂടത്തിന് അകത്ത് നിന്നുകൊണ്ട് തന്നെ തിരുത്താനുള്ളൊരു സാവകാശം, സാഹചര്യം ഉണ്ടാവുകയും വേണം. എങ്കിൽ മാത്രമേ ഇറാനിയൻ ജനതയ്ക്ക് നീതി ലഭിക്കൂ. അല്ല എങ്കിൽ ഇറാനിയൻ ജനത യുദ്ധം കഴിഞ്ഞാലും അവർ അടിമയുഗത്തിൽ തന്നെ, അടിമ നുഖത്തിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ.